Hey, good afternoon to all. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Prayer ആരാണ്? Ma'am. Okay. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ മുത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണനീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. താങ്ക് യു ഓൾ. തോന്നുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞു. Thought of the day ഉണ്ടോ? ഉണ്ട് മാം. ഗുഡ് ആഫ്റ്റർനൂൺ all. Find purpose, the means will follow. ലക്ഷ്യം കണ്ടെത്തുക, മാർഗങ്ങൾ പിന്തുടരും. Sign in by ശ്രീജ. മാം, ഡിഫൻസ് മെക്കാനിസത്തിന് നോട്ട് തരാ പറഞ്ഞിരുന്നു, ക്ലാസ് റൂമിൽ ഇടാ പറഞ്ഞിരുന്നു, ഇട്ടിട്ടില്ല. കിട്ടിയിട്ടില്ല അല്ലേ? കൊടുത്തിട്ടുണ്ട്, അവര് കിട്ടിട്ടുണ്ടാവില്ല. ചെക്ക് ചെയ്യാൻ പറയാം കേട്ടോ. ഞാൻ നേരെ തരുമായിരുന്നു, നേരെ തരാമായിരുന്നു. നേരെ തരണോ? ഇപ്പൊ ലൈവായിട്ട് എങ്ങനെയാലും കുഴപ്പമില്ല. ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരുന്നത്? സ്റ്റേജസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ് ഒക്കെ പറഞ്ഞില്ലേ? ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ് പറഞ്ഞു. ഇനി അതിന്റെ അടുത്തതാണ് താഴെയുള്ളതല്ലേ? ഏതൊക്കെ ഏരിയാസിലാണ്? Areas of mental development. Following are the important area of mental development. ഏതൊക്കെ ഏരിയാസിലാണ് മാനസിക വികസനം സംഭവിക്കുന്നത്? ഏതൊക്കെ ഏരിയാസിലാണ്? കോൺസെപ്ഷൻ ഫോർമേഷൻ. എന്താണ് കോൺസെപ്ഷൻ ഫോർമേഷൻ? ആശയരൂപീകരണം. ആശയരൂപീകരണം. ആശയങ്ങളെ രൂപീകരിക്കാനുള്ള ഒരു കഴിവ്. മാം, അതൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ മറ്റേ മൈൽ സ്റ്റോൺ ഇല്ലേ, അത് 3 പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ് ചെയ്തിരുന്നോ? റോൾ ഓഫ് പാരന്റ്സ് ഇല്ലല്ലോ. ജാസ്മിത്ത അതുപോലെ ആർക്കൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ പ്രായത്തിലുള്ള. ഇത് രണ്ടും പറഞ്ഞിട്ടില്ലല്ലോ ടീച്ചർ? ഇല്ല, പറഞ്ഞിട്ടില്ല. മിസ്. ഒന്ന് പറഞ്ഞേ, ഏതൊക്കെ ഏരിയാസിലാണ് മെന്റൽ ഡെവലപ്മെന്റ് നടക്കുന്നത്? എടുത്തതല്ലേ? ഒന്ന് ഓർത്ത് പറഞ്ഞേ. മറന്നുപോയോ? ഒന്ന് ആശയരൂപീകരണം,
പിന്നെ ഡെവലപ്മെന്റ് ഓഫ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സ്കില്ല്. യെസ്. ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്താണ്? എല്ലാത്തിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കുക. അങ്ങനെയാണോ തിരിച്ചറിവ്. പറഞ്ഞത്? സെൻസ് ഉപയോഗിച്ച് സെൻസ് ഓർഗൻസ് വെച്ചിട്ട് നമുക്ക് അത് റിയലൈസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണത് ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. നമ്മൾ അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു ഒരു പൂവിനെ കുറിച്ച്, ഓർക്കുന്നുണ്ടോ? ഇതൊരു റോസ് ഫ്ലവർ കൊടുത്തു കഴിഞ്ഞാല് അത് ആ കുട്ടി സ്മെല്ല് ചെയ്യുന്ന സമയത്ത് അത് കുഞ്ഞിനെ അറിയാം അത് റോസ് ആണ്. ഒരു മുല്ല കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിന് തിരിച്ചറിയാം ആ ഒരു മുല്ലയുടെ സ്മെല്ല് മനസ്സിലാക്കി കുഞ്ഞെന്താണ് മുല്ലപ്പൂവാണെന്ന് തിരിച്ചറിയുന്നത്. അതാണ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം കേട്ടോ. അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് കുഞ്ഞത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് ഉണ്ടായിരുന്നു ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി. ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി. ഓർമ്മശക്തി വർദ്ധിക്കുക. യെസ്. ഡെവലപ്മെന്റ് ഓഫ് തിങ്കിങ് ആൻഡ് റീസണിങ്. ചിന്തയുടെയും യുക്തിയുടെയും വികസനം. ചിന്തയുടെയും യുക്തിയുടെയും വികസനം. ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ. ഭാവനയുടെ വികസനം. യെസ്. ഭാവനയുടെ വികസനം. Then language development. ഭാഷാ ഭാഷാ വികസനം. Okay. Then providing a nurturing and stimulating environment at home. Next topic ആണ് providing a nurturing and stimulating environment at home. എന്താണ് നർച്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ നർച്ചറിങ്? പരിപോഷിപ്പിക്കുക. പരിപോഷിപ്പിക്കുക അല്ലെ? പരിപോഷിപ്പിക്കുക അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്നതുമായിട്ടൊരു അന്തരീക്ഷം. ഇങ്ങനെ ആ ഒരു അവന്റെ ആറ്റിറ്റ്യൂഡ് അവന്റെ ആക്ടിവിറ്റീസ് ഒക്കെ വികസിക്കാനായിട്ട് അവനെ പരിപോഷിപ്പിക്കാനായിട്ട് നമുക്ക് എന്താണ് വീട്ടിൽ നിന്ന് ഹോം കണ്ടീഷൻ തന്നെ ഒരു ഹോം എൻവയോൺമെന്റ് തന്നെ അതിന് തയ്യാറായിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വീട്ട് അല്ലെങ്കിൽ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് കുട്ടിയെ അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്? എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും? By giving them the opportunity to explore and experiment. By giving them the opportunity to explore and experiment. എന്ന് പറഞ്ഞാൽ എന്താണ്? പരീക്ഷണം നടത്താനും പര്യവേഷണം നടത്താനുമായിട്ടുള്ള എക്സ്പ്ലോറും എക്സ്പെരിമെന്റും ചെയ്യാനായിട്ടുള്ള അവസരം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അത് ഹോം വീട്ടിൽ വെച്ച് തന്നെ ആ ഒരു അന്തരീക്ഷം നമുക്ക് അവർക്ക് ഓരോന്ന് കണ്ടെത്താനുള്ള അല്ലെ കണ്ടെത്തി അത് എന്താണെന്ന് അറിയാനുള്ള ഒരു അവസരം വീട്ടിൽ നിന്നുമായിരുന്നു നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുള്ള ഒരു അവസരം ഒരുക്കേണ്ടത് ആരാണ്? പാരന്റ്സ് തന്നെയാണ്. By giving them the opportunity to explore and experiment. പര്യവേഷണം ചെയ്യാനും പരീക്ഷിക്കാനുമുള്ള അവസരം പാരന്റ്സ് എന്നത് ഹോമിൽ നിന്ന് തന്നെയായിരിക്കണം ആ ഒരു അവസരം അവർക്ക് കിട്ടേണ്ടത്. സെക്കൻഡ് എന്താണ്? By talking to them and boost them to talk. By talking to them and boost them to talk. അവരെ പരിപോഷിപ്പിന് അർച്ച ചെയ്യാനായിട്ട് മറ്റെന്ത് കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും? അവരോട് സംസാരിക്കണം അല്ലെ? അവരോട് നന്നായി സംസാരിക്കണം. അവരെ സംസാരിക്കാനായിട്ട് ബൂസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രേരിപ്പിക്കുക അല്ലെ? കുട്ടികളോട് നമ്മൾ സംസാരിച്ചാൽ മാത്രമേ അവരും തിരിച്ച് നമ്മളോട് സംസാരിച്ചിട്ട് താല്പര്യത്തോടും അല്ലെ? പിന്നെ കുട്ടികൾ നമ്മള് അങ്ങനെയല്ലേ ചെറുപ്പകാലം മുതൽ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്ന ആ ഒരു വാക്കുകളും എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടാണ് അവരോട് വാക്കുകൾ പഠിക്കുന്നത്. ഒബ്സർവ് ചെയ്ത് പഠിച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ സംസാരിച്ചു തുടങ്ങുന്നത്. ഓക്കെ. അപ്പൊ അത് നമ്മുടെ വീട്ടിൽ നിന്നും തന്നെയാണ് കുഞ്ഞ് ആദ്യം പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ കൂടി എന്താണ് നമ്മൾ അവരോട് സംസാരിക്കാനായിട്ട് പ്രേരണ കൊടുത്താൽ മാത്രമേ കുട്ടികൾ എന്താ സംസാരിക്കുകയുള്ളൂ. ഓക്കെ. നിങ്ങൾക്കത് അറിയാവുന്ന കാര്യമല്ല, നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ ഉള്ളതാണ് അല്ലേ? അതെ മിസ്സേ. എങ്ങനെയാണ് നിങ്ങൾ കുട്ടികളോട് വീട്ടിൽ സംസാരിക്കുന്നവരല്ലേ എല്ലാവരും? സംസാരിക്കും. മിണ്ടാത്ത കുട്ടികളാണെങ്കിൽ ഇപ്പൊ അധികം സംസാരിക്കാത്തവരാണെങ്കിൽ പാരന്റ്സ് തന്നെ ഒരുപാട് ഇടപെടും അല്ലെ?
നീ ഇങ്ങനെ സംസാരിക്കണം. നമ്മൾ പറഞ്ഞ് മാത്രം കുഞ്ഞിനെ അങ്ങനെ ഒരു എന്താണ് ടോക്ക് ചെയ്യാനായിട്ടുള്ളൊരു ചില കുട്ടികൾ ചിലപ്പോൾ ഇൻട്രോവേർട്ടുകളായിരിക്കും അല്ലെ, അധികം സംസാരിക്കുന്ന കുട്ടികളുണ്ടാവില്ല. പക്ഷെ വീട്ടിലെങ്കിലും അത്യാവശ്യം സംസാരിക്കുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കേണ്ടത് ആരാണ്? നമ്മുടെ പാരന്റ്സ് തന്നെയാണ്. നമുക്ക് പറ്റുന്ന രീതിയിൽ അവരെ ബൂസ്റ്റ് ചെയ്യിക്കുക, സംസാരിക്കാനായിട്ട് അവരെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കുക. സംസാരം ഇല്ലാതെ അല്ലെങ്കിൽ കുട്ടികൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എന്താണ്, അവരുടെ ആ ഒരു ഏജിൽ നടക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ആ ഒരു സമയത്ത് നടക്കില്ല. അവർക്ക് സംസാരിക്കാൻ അറിയാതെ പോകും. എന്തൊക്കെ എവിടെ സംസാരിക്കണമെന്ന് വ്യക്തമായൊരു ധാരണ കുട്ടികൾക്ക് ഇല്ലാണ്ടാവും. ഓക്കെ, തേർഡ് എന്താണ്? By allowing them to ask questions and arousing their curiosity. By allowing them to ask questions and arousing their curiosity. എന്താണ്? കുട്ടികൾ എങ്ങനെയാണ് നമ്മളോട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒരുപാട് സംശയങ്ങളായിരിക്കും അല്ലെ, അവർക്ക് ഒരു ജിജ്ഞാസയായിരിക്കും. എന്തും ഏതിനും കുട്ടികൾക്ക് എന്താണ് സംശയങ്ങളായിരിക്കും. ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. അതെന്താണ് അമ്മേ, ഇതെന്താണ് അമ്മേ, ഇതെന്താണ് ഇങ്ങനെ, അതെന്താണ് അങ്ങനെ ചോദിക്കാറില്ലേ നമ്മളോട്? അപ്പൊ നമ്മൾ പുറത്തൊന്നും കൊണ്ടുപോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടത്തിൽ അല്ലെങ്കിൽ ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സംശയങ്ങളാണ്. വേണ്ടതും വേണ്ടാത്തതൊക്കെ എല്ലാ സംശയങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ഭയങ്കര ജിജ്ഞാസയാണ്. ഓരോ കാര്യങ്ങളും അറിയാനുള്ള വ്യക്തത കൊണ്ടാണ് കുട്ടികൾ ചോദിക്കുന്നത്. അപ്പൊ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കാതെ അവരതിനെ എന്താണ് സപ്പോർട്ട് ചെയ്തതിന് ആൻസർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, allowing them to ask questions, ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് അവർ അനുവദിക്കുക. അതുകൊണ്ട് എന്താണ് അവർക്ക് ആ ഒരു ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുന്നതിനത് ഒരു എന്താണ് ജിജ്ഞാസ ഉള്ളത് കൊണ്ടാണ് കുട്ടികൾ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അത് ചിലപ്പോൾ നമ്മൾ ഒന്ന് പോയിടാം, ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പോയിടാം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് വിട്ടുകളയും അല്ലെ. പല പാരന്റ്സ് അങ്ങനെ ചെയ്യാറുണ്ട്. അതൊന്നും നീ അറിയേണ്ട പ്രായമായിട്ടില്ല, പറയണ്ടാവും. അപ്പൊ കുട്ടിക്ക് പിന്നീട് അവരുടെ ഒരു സംശയം അങ്ങനെ കിടക്കും. പിന്നീട് അവന്റെ മനസ്സിൽ അത് തന്നെ കിടക്കുന്നുണ്ടാവും. പിന്നീട് അവൻ മറ്റുള്ളവരോട് ചോദിച്ചിട്ട് അറിയാൻ ശ്രമിക്കും. അപ്പൊ അതിലും നല്ലത് നമ്മളായിട്ട് തന്നെ എന്ത് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, യെസ്. എന്ത് പറ്റി എല്ലാവരും ഭയങ്കര ആണല്ലോ? ഇല്ല മിസ്സേ. എന്താണ് പണിയൊന്നും കഴിഞ്ഞില്ല? ഭക്ഷണം കഴിഞ്ഞിട്ടില്ലേ? മിസ്സിന്റെ കല്യാണം കഴിഞ്ഞു. മിസ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഒരു പ്രത്യേകിച്ച് മിസ് എന്തൊക്കെ കഴിഞ്ഞു? കാണാൻ നല്ല ഭംഗിയുണ്ട് മാം. അതായിരിക്കും കമ്മല്. ഇന്നൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഞാന് എന്താ പറയാ ഇടക്ക് വെച്ചിട്ട് ഇതിന് പിന്നെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് ട്രെയിനിങ്ങിന് പോയിക്കലായിരുന്നു. അപ്പൊ ഞാൻ എന്നും മിസ്സിന്റെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ വേഗം റെക്കോർഡ് ക്ലാസ് കേൾക്കും. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല എന്തോ പറയാണ്ടെന്ന്, പക്ഷെ ഇതുവരെ പറഞ്ഞിട്ടില്ല അത്. ഞാൻ പറയാം. മാരേജ് കഴിഞ്ഞു കഴിഞ്ഞ സൺഡേ ആയിരുന്നു. പക്ഷെ സെക്കൻഡ് മാരേജ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞത് കേട്ടോ. സിന്ദൂരം കണ്ടപ്പോ ചോദിക്കണമെന്ന് വിചാരിച്ചു. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് ഉണ്ടായിരുന്നു. എനിവേ ഹാപ്പി മാരീഡ് ലൈഫ് ടീച്ചർ. ഹാപ്പി മാരേജ്. ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു കേട്ടോ മാനേജ്. എന്ന് കഴിഞ്ഞ സൺഡേ ആയിരുന്നു അല്ലേ മിസ്സേ? ഈ സൺഡേ ഡിസംബർ 15-ാം തീയതി. 4 ദിവസമായിട്ടുള്ളൂ. താങ്ക് യു. നിങ്ങൾ വിളിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. സെക്കൻഡ് മാരേജ് ആയതുകൊണ്ട് തന്നെ വിളിക്കാതിരുന്നത്. എങ്ങനെ നിങ്ങളത് എടുക്കും എന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ. എല്ലാവരും അടിപൊളി അല്ലല്ലോ. അതൊന്നും ആദ്യത്തെ ലൈഫ് ഒരു 9 years മുമ്പ് 9 years ഉണ്ടായിരുന്നു. അത് പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ആള് ഭയങ്കര ഡ്രങ്കറായിരുന്നു. അത് കുടിക്കും, ഉപദ്രവിക്കും, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് വർഷം ഞാൻ സഹിച്ചു. പക്ഷെ ഒരു മൊമെന്റിൽ പറ്റാതായത് ഇറങ്ങി പോകുന്നതാണ്. ഗുഡ് ഡിസിഷൻ. ഞാൻ വന്നു, ഡിവോഴ്സ്ഡ് ആയി. പിന്നെ ഇപ്പൊ ഒരു 2 വർഷമായിട്ട് ഇവിടെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ തന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരാൾ വന്നു അങ്ങനെ സ്വീകരിച്ചതാണ്. എനിക്ക് മോനുണ്ട്.
ചെറിയൊരു മോനുണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കണം. എവിടെയാണ് മിസ്സേ ഹസ്ബൻഡിന്റെ വീട്? വീട് ആൽഫ. ആൽഫ. മിസ്സേ എല്ലാം നല്ലതിനാവും. എനിക്ക് എല്ലാം വിധിയല്ലേ നല്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ വിഷയത്തേക്ക് വരാം. ആരാണ് നമ്മുടെ ഷാനു ആണോ സംസാരിക്കുന്നത്? ഞാൻ തന്നെയാണ്. ഞാനേ റെക്കോർഡ് ക്ലാസ്സിലൊക്കെ ഓടി വരും. എന്താണ് മിസ്സാ എന്താ പറഞ്ഞില്ലേ ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞു പോവാന്ന് വിചാരിച്ചാൽ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. പക്ഷെ ഇത് ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ്സുകളാണ്, അപ്പൊ അതിന്റേതായ കൺഫ്യൂഷനുണ്ട്. പിന്നെ ചില സമയം റെക്കോർഡ് ഓഫ് ചെയ്യാനൊക്കെ സംസാരിച്ചു അതിന് പ്രശ്നമാവും. ഇനിയിപ്പോ എന്താണെന്നറിയാൻ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് പിന്നെ ഫസ്റ്റ് ഞാൻ വന്നില്ല, എനിക്ക് ഭയങ്കര ചെവിവേദനയായിട്ട് ഹീറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ ടെസ്റ്റ് വേറെ ആരുള്ളേ ക്ലാസ് എടുത്തത്? ഇഷാ മിസ് ആട്ടെ ക്ലാസ് എടുത്തത്. എല്ലാവരും ഞാൻ പറയാണെങ്കിൽ മെയിൻ കാരണം വെച്ചാൽ കുറെ പേർക്ക് ഭയങ്കര നെഗറ്റീവ് കമന്റ്സുകളാണ്. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാല് എനിക്ക് എന്റെ വീട്ടിൽ നോക്കാൻ വേറെ ആരുമില്ല. കാരണം എനിക്ക് ഒരു ദിവസമുള്ളപ്പോ മരിച്ചു പോയതാണ്. പിന്നെ എനിക്ക് 2 ചേച്ചിമാരാണ്. ചേച്ചിമാരെ കല്യാണം കഴിച്ചു. പിന്നെ അച്ഛൻ കല്യാണം കഴിച്ചു വന്നത് ഒരു ചേച്ചിമാരെ കല്യാണത്തിന് ശേഷം അച്ഛൻ ഉണ്ടാകുന്ന കല്യാണം കഴിച്ചു. അപ്പൊ അത് 2ാമതെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ എങ്ങനെയായിരിക്കും. ഒരുപാട് ഉപദ്രവങ്ങൾ അവിടെ നിന്നും ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ ഒരു 6ാം ക്ലാസ് തുടങ്ങി ഞാനൊരു ഫസ്റ്റ് പഠിക്കുന്ന ടൈം വരെ ഭയങ്കര ഉപദ്രവങ്ങളായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് പ്രപ്പോസൽ വന്നിട്ട് നമ്മൾ ഒന്നും ആലോചിക്കാണ്ട് അത് ഫിക്സ് ചെയ്തതാണ്. വേറെ ഒന്നും അന്വേഷിച്ചൊന്നുമില്ല. പക്ഷെ ഒരു 6 മാസം കഴിഞ്ഞപ്പോ തുടങ്ങിയ ബുദ്ധിമുട്ടുകളാണ്. പക്ഷെ ഞാനത് 9 വർഷം സഹിച്ചു. കാരണം എനിക്ക് എന്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല. നമ്മുടെ അമ്മമാരെ കിട്ടി നമുക്ക് എന്തോ ഒന്ന് പറയാം അല്ലെ? അങ്ങനെയല്ലേ? ഉള്ളത് പോലെ ഒന്നല്ല അച്ഛനോടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു 9 വർഷം ഞാൻ അവിടെ പിടിച്ചു നിന്ന് പറ്റാണ്ടായപ്പോ ഇറങ്ങി പോകണം. മിസ് നെഗറ്റീവ് പറയുന്നത് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ സന്തോഷം നമ്മള് വേണം. എല്ലാം റെഡിമെയ്ഡ് അല്ലേ, വാങ്ങാൻ കിട്ടുമൊന്നുമില്ല. നമ്മളെ സന്തോഷം നമ്മൾ കണ്ടെത്തണം. ഹാപ്പി ആയിട്ട് വീട്ടിലെ മോനെ നോക്കി തന്നെ നിൽക്കണം. ഇനി ഒരു ലൈഫ് വേണ്ട എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. കുറെ പേരെങ്ങനെ പറയുന്നത്. എനിക്കെന്ന് വെച്ചാൽ എനിക്ക് 19 വയസ്സിലാണ് ഫസ്റ്റ് മാരേജ് കഴിഞ്ഞത്. അപ്പൊ എനിക്ക് 30 വയസ്സ് കഴിഞ്ഞു. ഒരു നല്ല സമയം കൂടെ എന്റെ പോയി. എനിക്ക് ജീവിക്കണമെന്ന് തോന്നിയിട്ട് തന്നെ ഞാൻ തീരുമാനമെടുത്തത്. നല്ലൊരു ഡിസിഷനാണ് മിസ്സേ. ഇനി ലൈഫ് കെടുക്കുന്നുണ്ട് നമുക്ക്. അങ്ങനെ കേരളത്തില് ഒറ്റപ്പെട്ട് ജീവിക്കണവർക്ക് അതിന്റെ ഒരു അവസ്ഥ മനസ്സിലാവുള്ളൂ എന്ന് പറയാം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വേറെ മിസ്സേ, നമുക്ക് ഒരാൾക്ക് താങ്ങാൻ പറ്റാവുന്ന പരീക്ഷണേ നമുക്ക് തരുള്ളൂ. അത് നമ്മൾ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇപ്പൊ ഹാപ്പി അല്ലേ മാം? പിന്നെ കണ്ട മനസ്സിലാവില്ല. അതന്നെയാണ് എല്ലാരും പറഞ്ഞ പോലെ ഇന്നൊരു പ്രസന്നത മുഖത്തുണ്ട്. എന്തോ ആക്കിയിട്ട് നിൽക്കട്ടെ. താങ്ക് യു മാം ഞങ്ങളോട് ഷെയർ ചെയ്തതിന്. അപ്പൊ എന്താന്ന് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ആരും ഇല്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ള സത്യമാണ്. എന്റെ ലൈഫിൽ ഭയങ്കര ബെസ്റ്റാണ് അതൊക്കെ. എന്താ ഞാൻ ഒരിക്കലും ഒരു ലൈഫ് ഉണ്ടാവും വിചാരിച്ചാറില്ല കേട്ടോ. പക്ഷെ മിസ്സേ, എന്റേതും മിസ്സിനെ പോലെ ഒരു സെക്കൻഡ് മാരേജ് ആണ്. കഴിഞ്ഞു 4 വർഷമായി. എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞ് ഇപ്പൊ കുഴപ്പമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. മിസ് പറഞ്ഞപ്പോ ഞാൻ വളരെ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നു. ഇപ്പം എല്ലാം നല്ലതായിരുന്നു. മാം എന്റെ ഫ്രണ്ടിന്റെ കല്യാണവും ഈ 15-ാം തീയതി ആയത് ഗുരുവായൂർ വെച്ച്. ഞാൻ പോയില്ല. പോയെങ്കിൽ മിസ്സിനെ കാണായിരുന്നു. ഈ 15-ാം തീയതി ആയിരുന്നു അവളുടെ സെക്കൻഡ് മാരേജ് ആയിരുന്നോ? ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു ടൈം വരെ ക്ലാസ് എടുക്കുന്ന ടൈമിലൊക്കെ
ഭയങ്കര പ്രഷറും ബുദ്ധിമുട്ടിലൊക്കെ വേണമെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിലാണ് എനിക്ക് ഏറ്റവും പ്രഷർ ഉണ്ടായത്. വെച്ചാൽ എന്റെ ബാക്കിയുള്ള അനുഭവങ്ങളുണ്ട്, വീട്ടിൽ ഓരോ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ആ ക്ലാസ് ഫുള്ളും നിങ്ങളുടെ ക്ലാസ്സിലായിരുന്നു എനിക്ക് ആ ദിവസങ്ങളിൽ മിക്കവാറും അതിനെ തൊട്ട് മുമ്പുള്ള ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഭയങ്കര സഫർ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ക്ലാസ് എടുത്തിട്ടുള്ളത്. ഫീൽ ചെയ്തായിരുന്നു. ചില സമയത്ത് ഫേസ് കാണും പറയാറുണ്ട്. തോന്നിയിട്ടുണ്ട്. മിസ്സിന്റെ മുഖം എന്താ പറ്റി? എന്താണ് മിസ് വിഷമിച്ചിരിക്കുന്നത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിസ്സിന്റെ മുഖം മാറി ഞങ്ങൾക്ക് അറിയാൻ പറ്റൂ. ഓൺലൈനിലാണെങ്കിൽ നമ്മൾ തമ്മിൽ ഫോണിലുണ്ട്. എന്നാലും നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടപ്പോ സിമിലാരിറ്റീസ് ഇല്ലേ? ഇപ്പൊ ആരാ പറഞ്ഞ സെക്കൻഡ് മാരേജ് കഴിഞ്ഞത്? ഞാനാ മേഡം, മായ. കുട്ടികളുണ്ടോ? ആ ഉണ്ട്, ഒരു മോനുണ്ട്. അത് ഫസ്റ്റ് മാരേജിലുള്ള മോനാണ്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പോഴത്തെ ഇതിൽ കുട്ടികളില്ല. ഹസ്ബൻഡ് KCB-യിലാണ്. അങ്ങനെ പോകുന്നു മാം. ഞാൻ ഇത് റെക്കോർഡഡ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഫോട്ടോ കാണിച്ചു തരായിരുന്നു. നെക്സ്റ്റ് ക്ലാസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരി മിസ്. ഓക്കെ, എല്ലാം പോട്ടെ. അല്ലേ? എന്നോട് ഷാരു ആണ് എന്നോട് ചോദിച്ചത് എന്തോ പറയാനുണ്ടായിരുന്നു. ഞാനാ ചോദിച്ചത്. ഞാൻ എന്നെ ചോദിച്ചത്. എനിക്കൊരു സമാധാനം ഉള്ളത് എന്താണെന്ന് അറിയായിട്ട്, അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ക്ലാസ് വേഗം വന്നു. ട്രെയിനിങ് കഴിഞ്ഞാൽ മിസ്സിന്റെ ക്ലാസ്സുള്ള ദിവസം ഞാൻ വേഗം വന്ന് കേൾക്കും. പക്ഷെ അതിലൊന്നും പറഞ്ഞത് കേട്ടില്ല. ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റി, ചെറിയ കുട്ടികളെ പോലെയൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയാ എന്താന്ന് അറിയായിട്ട്. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു. 4th പോയിന്റ് എന്താണ്? ബൈ ഇൻക്ലൂഡിങ് ആണ് കേട്ടോ. ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താ നിങ്ങൾ PDF-ല് 4th പോയിന്റ് നോക്കി? ഇൻഡൽജിങ് അല്ലേ? ഇൻക്ലൂഡിങ് എന്നാണ് മാറിക്ക് തോന്നുന്നു. ഇൻക്ലൂഡിങ് ആക്കണം കേട്ടോ. അതെ, തെറ്റുണ്ട് അവിടെ. By including in dialogues and communicate with them. ഉണ്ടോ? ഓക്കെ, എന്താ പറയുന്നത്? കുട്ടികളായിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം എന്ന രീതിയിലാണ് പറയുന്നത് കേട്ടോ. നല്ല രീതിയിൽ അവർക്ക് എന്താണ് ആശയവിനിമയം നടത്താനുള്ള ഒരു അവസരം നമ്മളുടെ വീട്ടിൽ നിന്നുമാണ് കിട്ടുന്നത് അല്ലെ? കുട്ടികളോട് നമ്മൾ സംസാരിക്കുന്ന വഴിയാണ് അവർ തമ്മിൽ അവർക്ക് എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിലേക്ക് സംസാരിക്കണം നമ്മളിൽ നിന്നുമാണ് ആദ്യം അവർ പഠിക്കുന്നത്. ആരോട് എങ്ങനെയൊക്കെ സംസാരിക്കണം, ഏത് രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ കുട്ടികൾ പഠിച്ചു തുടങ്ങുന്നത് ആശയവിനിമയം നടത്താനുള്ള ഒരു കപ്പാസിറ്റി കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ നമ്മളുടെ ആ ഒരു ഹോം എൻവയോൺമെന്റിൽ നിന്ന്, കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് തന്നെയാണ് അത്തരത്തില് കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ലഭിക്കുന്നത്. അപ്പൊ അതിനുള്ള അവസരം നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആദ്യത്തെ കാര്യങ്ങൾ എന്താ പറഞ്ഞത്? ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പീരിമെന്റ്. അവരെ പരീക്ഷണം ചെയ്യാനും പരിവേഷിപ്പിക്കാനുമായിട്ട് അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. രണ്ടാമത് പറഞ്ഞത് എന്താണ്? ടോക്കിംഗ് ടു ദം, ബൂസ്റ്റ് ആൻഡ് ടു ടോക്ക്. അവരെ സംസാരിക്കാനായിട്ട് നമ്മളെ ബൂസ്റ്റ് ചെയ്യുക, അവരെ സംസാരിക്കുക. Then allowing ask to questions arousing them curiosity. ജിജ്ഞാസ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ കുട്ടികളെ ചോദിക്കാനാണെങ്കിൽ അവരെ ആ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നമ്മൾ അനുവദിക്കുക. അതിനുള്ള മറുപടികൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, then including dialogues and communication. സംഭാഷണത്തിലൂടെ എന്താണ് അവർ തമ്മിൽ ഒരു ആശയവിനിമയം, കുട്ടികളായിട്ട് നമ്മളൊരു ആശയവിനിമയം കൂടി നടത്തുകയാണെങ്കിൽ മാത്രമാണ് അവർക്ക് ആ ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്നും കിട്ടേണ്ട കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ. ഓക്കെ, മിസ്സേ, ഇന്റലിജന്റിന്റെ മീനിങ് ആസ്വദിക്കുക എന്നല്ലേ? അത് ഇൻക്ലൂഡിങ് തന്നെയാ. ഇന്റലിജിങ്ങിന്റെ മീനിങ് ആസ്വദിക്കുക എന്നല്ലേ വരുന്നത്? കണ്ടില്ലേ?
മിസ്സേ മുഴുകുക എന്നാണ്. ഞാൻ ഇപ്പൊ ട്രാൻസ്ലേറ്റർ അടിച്ചു നോക്കിയപ്പോ മുഴുകുക എന്നാണ് കിട്ടുന്നത്. ഇൻഡൽജിങ്ങിന്റെ മീനിങ് വരുന്നത് ആസ്വദിക്കുക, അനുവദിക്കുക എന്നല്ലേ? അന്നേരം മാം സംഭാഷണങ്ങളിൽ മുഴുകുക എന്നുള്ളൊരു മെസ്സേജും വരും. ഫോർത്ത് പോയിന്റ് ഇല്ലേ, ഇൻഡൽജിങ്ങിന്റെ മീനിങ് ആസ്വദിക്കുക എന്നല്ലേ വരുന്നത്? മിസ്സേ ആ സെന്റൻസ് മൊത്തം കൊടുക്കുമ്പോഴേ ഇൻക്ലൂഡിംഗ് ആണ് കിടക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ ഇവിടെ ഇൻക്ലൂഡിംഗ് ആണ് കിടക്കുന്നത്. ആ സെന്റൻസ് നമ്മൾ മൊത്തം നോക്കുമ്പം അതിങ്ങനെ സംഭാഷണങ്ങളിൽ മുഴുകുക എന്നുള്ളതും വരുന്നുണ്ട് മിസ്സേ, ഇൻഡൽജിങ് എന്ന് തന്നെ കൊടുക്കുമ്പോ. മുഴുകുക എന്നുള്ള മീനിങ് അല്ലേ? അതെ അതെ അതെ. അപ്പൊ സംഭാഷണങ്ങൾ മുഴുകി അവരുമായിട്ട് ആശയവിനിമയം നടത്തുക എന്നുള്ള മീനിങ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാന്ന് തോന്നുന്നു, ഇൻഡൽജിങ് തന്നെയാന്ന് തോന്നുന്നു. നിങ്ങളുടെ PDF അതാണ് നമ്മുടെ ടെക്സ്റ്റിൽ ഇൻക്ലൂഡിംഗ് കിടക്കുന്നത്. അതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഇൻഡൽജിങ് എന്നുള്ളത് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. സംഭാഷണത്തിൽ മുഴുകി അവരുമായിട്ട് ആശയവിനിമയം നടത്തുക. ഓക്കെ, ഇനി റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. കുട്ടികളുടെ വൈജ്ഞാനിക വികാസവും അതുപോലെ തന്നെ എന്താണ് ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു അധ്യാപകരും പാരന്റ്സും ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് ആ ഒരു സമയത്ത് നമ്മുടെ റോൾ എന്തൊക്കെയാണ്? ടു പ്രൊവൈഡ് എ വാം ആൻഡ് നർച്ചറിങ് എൻവയോൺമെന്റ്. ഇങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് ആണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. വാം ആൻഡ് നർച്ചറിങ് എൻവയോൺമെന്റ്, പരിപോഷിപ്പിക്കാവുന്ന തരത്തില് കുട്ടികളെ നർച്ചർ ചെയ്യണം, അവരുടെ കഴിവുകൾ വികസിപ്പിക്കാവുന്ന തരത്തിലുള്ള എൻവയോൺമെന്റ് അന്തരീക്ഷ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. Then to listen them and have a dialogue instead of instructing do's and do not. എന്താണ് പിന്നെ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, അല്ലെ? ഡൂസ് ആൻഡ് ഡു നോട്ട് എന്നുള്ള കാര്യം എന്താണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യരുത് എന്നുള്ളത് വ്യക്തമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. Listen them and have a dialogue instead of instructing do's and do nots. Okay. To be sensitive to their feelings. എന്താ പറയുന്നത്? To be sensitive to their feelings. എന്താണ്? അവരുടെ ഫീലിംഗ്സ് മനസ്സിലാക്കണമെന്നോ? അവരുടെ ഫീലിങ്സിന് നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? കുട്ടികളുടെ ഫീലിങ്സ് നമ്മൾ ഉൾക്കൊണ്ടിട്ട് വേണം അവരോട് ബിഹേവ് ചെയ്യാനായിട്ട്. അവരുടെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളതായിരിക്കും. കുട്ടികൾ ഭയങ്കര എന്താണ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നിഷ്കളങ്കരാണ്, അല്ലെ? ഭയങ്കര സെൻസിറ്റീവ്. പെട്ടെന്ന് ചിലപ്പോൾ കരയും, പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് അവരുടെ ക്യാരക്ടേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവരുടെ ആ ഒരു മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്ന തരത്തിലായിരിക്കണം അവരോട് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അവരുടെ ഫീലിങ്സ് നമ്മൾ ഉൾക്കൊള്ളുന്നവരായിരിക്കണം. ഓക്കെ, then to set expectations according to age and individual ability. എന്താണ് പറയുന്നത്? To set expectations according to age and individual ability. എന്താണ് ഉദ്ദേശിക്കുന്നത്? Expectation according to age and individual ability എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിയുടെ പ്രായത്തിനും കഴിവിനനുസരിച്ച് പറഞ്ഞോളൂ. അവരുടെ പ്രായത്തിനും കഴിവിനും അനുസരിച്ച് നമ്മളെ എക്സ്പെക്ട് ചെയ്യണം. യെസ്, വെരി ഗുഡ്, അല്ലെ? ഓരോരുത്തരും ഇൻഡിവിജ്വലി ഡിഫറെന്റഡ് ആണ്, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള എബിലിറ്റീസ് ആണ് ഉള്ളത്. അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും മാത്രമേ കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടത്. അപ്പൊ നമ്മളാണ് അത് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ ഇന്ന കുട്ടിയിൽ നിന്ന് ഇന്നത്തെ കാര്യങ്ങൾ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെ? അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കുട്ടികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഓരോരോ ഇൻഡിവിജ്വൽ എബിലിറ്റി ഉള്ളവരാണ്, വ്യത്യസ്ത കഴിവുകളും സ്കില്ലും നോളജും ഒക്കെ ഉള്ളവരാണ്, അല്ലെ? അപ്പൊ എന്താണ് ആ ഒരു എക്സ്പെക്ടേഷൻസ് നമ്മൾ വിചാരിച്ചിട്ട് മാത്രമേ കുട്ടികളിൽ നിന്നും ആ ഒരു ഏജിനനുസരിച്ച്, അല്ലെ? ഏത് പ്രായത്തിൽ കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാം ഇന്ന കാര്യങ്ങൾ, അത് മാത്രമേ നമ്മൾ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ.
Then to avoid showing favoritism amongst them. എന്താണ് favoritism? പക്ഷാപാതം. പക്ഷപാതം. ഒരു അനുകൂല നിലപാട് അല്ലെ? ഫേവറേറ്റിസം എന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും, അതെങ്ങനെയാണ് കണക്ട് ചെയ്ത് പറയുന്നത്? ഒരു ആളോട് മാത്രം ഇഷ്ടം ഒരു കുട്ടീന്റെ മുമ്പിൽ മറ്റൊരു വ്യക്തിയോട് കൂടുതൽ ഇഷ്ടം കാണിക്കാതിരിക്കുക. അല്ലെ, ഒരു മറ്റുള്ള ഒരാളോട് അനുകൂലത കാണിച്ച് ആ കുട്ടിയോട് എന്താണ് ഇഷ്ടമില്ലാത്ത പോലെ പെരുമാറാനൊന്നും നമ്മൾ പാടില്ല അല്ലെ. അവോയ്ഡ് ഷോയിങ് ഫേവറേറ്റ്സ്, കാണിക്കരുത് അല്ലെ. ചിലപ്പോ 2 കുട്ടികൾ ഉണ്ടെങ്കിൽ 2 കുട്ടികളുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് തോന്നും ഇളയ കുട്ടീനോടാണ് നമുക്ക് സ്നേഹം കൂടുതൽ. കാരണം കുഞ്ഞിനെ ആയിരിക്കും എപ്പോഴും എടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതൊക്കെ എപ്പോഴും കുഞ്ഞു കുട്ടിയായിരുന്നു അവനെയായിരിക്കും. അപ്പൊ കുട്ടിയുടെ വിചാരം എന്താണ്, അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് അവനാണ്, അവനോടാണ് ആ താല്പര്യം എന്നുള്ളത് സ്വാഭാവികമായ തോന്നലാണ്. അപ്പൊ അങ്ങനെ ഒരു തോന്നൽ കുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കാനായിട്ട് പാരന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് അവർ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ അധ്യാപകർ, ക്ലാസ്സിൽ ചില അധ്യാപകർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ചില സമയത്ത് എന്താണ് ചില കുട്ടികളോട് മാത്രം സംസാരിക്കും, ചില കുട്ടികളോട് മാത്രം ക്യാരി ചെയ്യും, മറ്റു കുട്ടികളെ അവോയ്ഡ് ചെയ്യും. അപ്പൊ കുട്ടികൾക്ക് മനസ്സിലാവും ടീച്ചറിന്റെ ഫേവറേറ്റ് സ്റ്റുഡൻസ് അവരാണ്, നമ്മളെല്ലാം എന്നുള്ളത് കുട്ടികൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്നാണ് പറയുന്നത് അല്ലെ. അവോയ്ഡ് ഷോയിങ് ഫേവറേറ്റിസം amongst them. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? അവോയ്ഡ് കമ്പാരിസൺ വിത്ത് അതർ ചിൽഡ്രൻ. മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം. കമ്പാരിസൺ പാടില്ല, മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഇപ്പൊ പാരന്റ്സും ചെയ്യും, ടീച്ചേഴ്സും ഇത് ചെയ്യാറുണ്ട് അല്ലെ. നിങ്ങൾ പറയാറില്ലേ അവനെ കണ്ടു പഠിക്കുക, ഇവളെ കണ്ടു പഠിക്കുക എന്ന് നിങ്ങൾ പറയാറില്ലേ? അങ്ങനെ കമ്പയർ ചെയ്യരുത് എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ എല്ലാരും പറയാറുണ്ടല്ലോ ഇല്ലേ? ശരി, ഞാൻ പറയില്ല. പറയൂല, പറയാതിരുന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ നോർമലി പറഞ്ഞു പോകും അല്ലെ. അതൊന്നും നോക്കി ആ കുട്ടി ചെയ്യുന്ന പോലെ കണ്ടൂടെ, നിനക്ക് കാണിച്ചൂടെ എന്ന് പറഞ്ഞു പോകും നമ്മൾ. പക്ഷെ അതവർ ചെയ്യാൻ വേണ്ടി നമ്മൾ പറയണം. പക്ഷെ കുട്ടികളുടെ ഉള്ളിൽ അത് വലിയൊരു പ്രോബ്ലം ആയിട്ട് അതങ്ങ് തങ്ങി നിൽക്കും. ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് അവോയ്ഡ് കമ്പാരിസൺ അതർ ചിൽഡ്രൻ, മറ്റു കുട്ടികളുമായിട്ട് നമ്മൾ അധികം താരതമ്യം ചെയ്യാതിരിക്കുക. To help them attaining social and emotional maturity. അവരെന്തിനാണ് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നത്? To help them in attaining social and emotional maturity. സാമൂഹികവും മാനസികവുമായിട്ടുള്ള സോഷ്യലായിട്ടും ഇമോഷണലായിട്ടും പക്വത കൈവരിക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക അല്ലെ. ഇപ്പൊ സമൂഹത്തിൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതെങ്ങനെ അവിടെ കൈകാര്യം ചെയ്യണം, ഇമോഷണൽ ആയിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നാൽ ആ ഇമോഷൻസ് ഒക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ഒരു ധാരണ, അതിനെ കുറിച്ച് അറിവ് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്? അധ്യാപകരും പാരന്റ്സുമാണ് അല്ലെ. ഒരു സൊസൈറ്റിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അവിടുത്തെ സമൂഹത്തിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തായിരിക്കും കൂടുതൽ നമ്മൾ അവയർനെസ് ആയിട്ട് ഇരിക്കുന്നത് അല്ലെ, പ്രത്യേകിച്ച് കുട്ടികൾ. അപ്പൊ അവർക്ക് ആ ഒരു ധാരണ, ആ ഒരു പക്വത ഉണ്ടായിരിക്കണം. ആ അത്തരം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള പക്വത കുട്ടികൾക്ക് നേരത്തെ തന്നെ അധ്യാപകരും പാരന്റ്സും പറഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് തരണം ചെയ്യാൻ പറ്റാതെ എന്താണ് ആ സിറ്റുവേഷനിലൂടെ അവർ പെട്ടുപോകും. ഓക്കെ, അപ്പൊ അത്തരത്തിലൊരു എന്താണ് പക്വത കൈവരിക്കുന്നതിനായിട്ട് അവരെ സഹായിക്കുക എന്നാണ് പറയുന്നത്. ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാവാനായിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക. Then to be delicate in her behavior towards them. To be delicate in behavior towards them. ഡെലിക്കേറ്റ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൃദുവായിട്ടുള്ള കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യുക, എങ്ങനെയായിരിക്കണം അവരോട് പെരുമാറുന്നതെന്നാണ് പറയുന്നത്. മൃദുവായിട്ടോ സ്വീറ്റ് ആയിട്ടോ അല്ലെ, അങ്ങനെയായിരിക്കണം കുട്ടികളോട് നമ്മള് ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് അവര് സ്വീറ്റ് ആയിട്ട്, അതായത് മൃദുലമായ കുട്ടികളെ കൈകാര്യം ചെയ്യുക. ഓക്കെ, അവരുടെ ബിഹേവിയറിനെ കൈകാര്യം ചെയ്യേണ്ടത് അധ്യാപകരും അതുപോലെ തന്നെ പാരന്റ്സും ഒക്കെ. ഓക്കെ, എന്തൊക്കെ റോളാണ് ടീച്ചേഴ്സിനും പാരന്റ്സിനും ഇവിടെ പറയുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ.
ടു പ്രൊവൈഡ് വാം ആൻഡ് നർച്ചറിങ് എൻവയോൺമെന്റ്. സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തതെന്ന് മനസ്സിലാക്കി. ഈ ക്ലാസ്സിലാണോ അതെ ഈ ക്ലാസ്സിലാ. ട്രെയിനിങ്ങിന് പോയിക്കാ ഇന്നുണ്ടോ കേറിക്കണമെന്ന് അറിയാം. ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ ശരി. യെസ് ടു ലിസൺ പറഞ്ഞേ. സെക്കൻഡ് പോയിന്റ്. To listen to them and have a dialogue instead of instructing do's and undo's. Don'ts. എന്താണ് ചെയ്യേണ്ടതെന്നും ചെയ്യേണ്ടാത്തതെന്നും മനസ്സിലാക്കി കൊടുക്കുക. ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഓക്കെ. ടു ബി സെൻസിറ്റീവ് ടു ദെയർ ഫീലിംഗ്സ്. പോയിന്റ് എന്താണ്? To be sensitive to their feelings. അവരുടെ ഫീലിങ്സ് നമ്മൾ ഉൾക്കൊള്ളുന്നവരാകണം. To set expectations according to age and individual ability. ഓരോ കഴിവിനനുസരിച്ച് എക്സ്പെക്ട് ചെയ്യാം. അവരുടെ ഏജിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഇൻഡിവിജ്വൽ എബിലിറ്റി അനുസരിച്ചുള്ള ഇൻഡിവിജ്വൽ എബിലിറ്റി മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ അവരിൽ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അവോയ്ഡ് ഷോയിങ് ഫേവറിറ്റിസം എമംഗ്സ്റ്റ് ദെം. അറിയാലോ, കുട്ടികളുടെ മുമ്പിൽ ഫേവറിറ്റിസം കാണിക്കാനായിട്ട് പാടില്ല. കമ്പാരിസൺ, താരതമ്യം ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ എന്തിനാണ് അവർ ഹെൽപ്പ് ചെയ്യേണ്ടത്? ടു ഹെൽപ്പ് ദം സാമൂഹികവും വൈകാരികവുമായ പക്വത കൈവരിക്കാൻ അവർ സഹായിക്കും. അത് കൈവരിക്കുന്നതിന് അവരെ ഹെൽപ്പ് ചെയ്യുക. To be delicate in behavior towards them. To be delicate in behavior മൃദുവായ രീതിയിൽ വളരെ സൗമ്യമായ രീതിയിൽ കുട്ടികളെ കൈകാര്യം ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ്. പറഞ്ഞോ. അവരോട് വാത്സല്യത്തോടെ പെരുമാറുക. വാത്സല്യത്തോടെ സ്നേഹത്തോടെയും പെരുമാറുക. ഓക്കെ. അത്രയാണ് എന്ത് ടീച്ചേഴ്സിന്റെ പാരന്റ്സിന്റെ റോൾ എന്ന് പറയുന്നത്. ഇനി ഇത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുമല്ലോ, മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദ ചൈൽഡ്. അത് 4 ആക്ടിവിറ്റി കൊടുത്തിട്ടില്ലേ? എന്തോ 4 ആക്ടിവിറ്റി കൊടുത്തിട്ടില്ലേ? ഓരോ ചെയ്യാം. അതൊന്ന് പറയട്ടെ കേട്ടോ. All children follow the same series and pattern, but rate of development may be different. അല്ലെ, എല്ലാ ചിൽഡ്രനും എന്താണ് ഒരേ സെയിം പാറ്റേണിലാണ് കുട്ടികൾ വളരുന്നത്. പക്ഷെ ഡെവലപ്മെന്റ് വികസനം അവർക്ക് വ്യത്യസ്ത രീതിയിലായിരിക്കും. നമ്മളിവിടെ പറഞ്ഞു എല്ലാവരും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. അല്ലെ, ഓരോ ഏജിലും അവർക്ക് ഓരോരോ രീതിയിലുള്ള കഴിവുകളും കാര്യങ്ങളുമായിട്ടുള്ളത് കുട്ടികളിൽ ഉണ്ടാവുന്നത്. അപ്പൊ സെയിം സീരീസ് പാറ്റേണിലായിരിക്കും വളരുന്നതെങ്കിലും എല്ലാവരും എന്താണ് ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ എല്ലാവരും വ്യത്യസ്തരാണ്. This successive pattern in different aspects of development constitute milestone of development. അതായത് വികസനത്തിന്റെ നാഴികക്കല്ലുകളാണ്. ഒരു കുട്ടിയുടെ വികസനം, ഒരു കുട്ടി ജനിച്ചു വളർന്നു ഏജ് ആവുന്ന സമയം വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിഫറെന്റ് ആസ്പെക്ട്സ്. അതിന്റെ വികസനത്തിലെ പലതരത്തിലുള്ള കുറച്ച് ആസ്പെക്ട്സുകളാണ് ഇവിടെ കൊടുക്കുന്നത്. Milestones attributing different stages of development. ഇത് ഓരോ ഏജിലും മാസത്തിലും ആ കുട്ടി അവന് ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് ഡിഫറൻസുകളെ പറ്റിയാണെങ്കിൽ ആ ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, ആ ഒരു പ്രായത്തിൽ കുട്ടി എന്തൊക്കെയാണ് ചെയ്യുന്നതിനെ പറ്റി ആ കുട്ടി അവതരിപ്പിക്കുന്നത് പോലെയാണ് ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിന്റെ സ്റ്റേജസ് ആ കുഞ്ഞ് തന്നെ പറയുന്നതാണ്. നമ്മൾ ആക്ടിവിറ്റിയിൽ പറഞ്ഞു ഓരോരുത്തരും ഓരോ കുട്ടികളായിട്ട് അത് അവതരിപ്പിക്കാനാണ് പറഞ്ഞത് അല്ലെ. അതെ. കുട്ടി അവന്റെ ലാംഗ്വേജിൽ പറയുന്നത് കേട്ടോ. കുട്ടി അവന്റെ ലാംഗ്വേജിൽ പറയുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ 6 മാസമുള്ള 6 മന്തുള്ള കുട്ടി ആരാണ് ഇപ്പോ? മിസ് അത് എന്നോടായിരുന്നു പറഞ്ഞു. പക്ഷെ 6 മാസമുള്ള കുട്ടി സംസാരിക്കില്ലല്ലോ. അപ്പൊ ഞാനത് എങ്ങനെയാ പറയാ? വായിച്ചാ മതിയാ?
മിസ്സേ കേട്ടോ? പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ. മിസ്സേ അതെ 6 മാസമുള്ള കുട്ടിയുടേത് എന്നോടായിരുന്നു പറഞ്ഞത്. അപ്പം അവര് സംസാരിക്കില്ലല്ലോ, അപ്പൊ ഞാൻ വെറുതെ വായിച്ചാ മതിയോ? അയ്യോ ആക്ടിവിറ്റിയില് ആരാണ് പേരെന്താണ്? ജാസ്മിൻ. ജാസ്മിൻ. കുട്ടി പറയുന്ന പോലെ പറയാനല്ല ടീച്ചർ പറഞ്ഞത്. കുട്ടികളുടെ ലാംഗ്വേജിലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളോട് ജസ്റ്റ് ഞാൻ 6 മന്തുള്ള കുട്ടിയാണെന്ന രീതിയിൽ നിങ്ങളൊന്ന് വായിക്കാനേ പറഞ്ഞോളൂ. ഓരോരുത്തരും ഓരോ ഏജുള്ള കുട്ടികളായിട്ട്. ഓക്കെ മിസ്സേ. മലയാളം പറയണം, അതിന്റെ മീനിങ്ങോടെ പറഞ്ഞിട്ടാണോ പറയേണ്ടത്? അറിയാവുന്നത് പോലെ പറഞ്ഞോ കേട്ടോ. ഓക്കെ മിസ്, ഓക്കെ ഞാൻ പറയാന്നാ. ജാസ്മിൻ ആണ് നമുക്കിപ്പോ 6 മന്തുള്ള കുട്ടി കേട്ടോ. ഐ ആം 6 months old. എനിക്ക് 6 മാസമാണ് പ്രായം. ഐ ക്യാൻ സിറ്റ്, ഞാൻ ഇരിക്കും. ഐ ലവ് ടു ലുക്ക് അറ്റ് ഇൻട്രസ്റ്റിംഗ് മൊബൈൽ ഫോൺ ഓൺ ക്രെഡിൽ. എനിക്ക് തൊട്ടിലിൽ കിടന്നുകൊണ്ട് മൊബൈൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ ട്രൈ ടു ഗ്രാസ്പ് തിങ്സ് ഇൻ മൈ ഹാൻഡ്സ്. ഞാൻ ഓരോ തിങ്സ് ഇങ്ങനെ പിടിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നു. ഐ ലവ് ടു ഹോൾഡ് ആൻഡ് ഷെയ്ക്ക് റാറ്റിൽ. പിടിച്ചതിങ്ങനെ കുലുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഐ എക്സ്പ്രസ് മൈസെൽഫ്. ഐ ലവ് ടു ഇമിറ്റേറ്റ് റെപ്പിറ്റേറ്റീവ് സൗണ്ട്സ് ലൈക്ക് ബ ബ. ആവർത്തിച്ചുള്ള ശബ്ദങ്ങൾ അനുകരിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ബൈ ക്രൈയിങ് പ പ ഡ ഡ ആൻഡ് കൂയിങ്. കരയും അതുപോലെ തന്നെ കൂവുകയും ഒക്കെ ഞാൻ ചെയ്യും. ഐ സ്മൈൽ സീയിങ് മൈ മദർ. എനിക്ക് എൻ്റെ അമ്മയെ കാണുമ്പോൾ ഞാൻ ചിരിക്കും. ഐ ലവ് ടു പ്ലേ പീക്ക് എ ബൂ, ഹൈഡ് ആൻഡ് സീക്ക്. എനിക്ക് ഒളിച്ചു കളിക്കാൻ, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ ഇഷ്ടമാണ്. ഐ ബിഗിൻ ടു സെർച്ച് ഫോർ ദ ഒബ്ജക്റ്റ് ആസ് ദേ മൂവ് ഔട്ട് ഓഫ് സൈറ്റ്. ഐ ലവ് ടു പ്ലേ ദ ഗെയിം ഹൈഡ് ആൻഡ് സീക്ക്. ഒബ്ജക്റ്റുകൾ ഇങ്ങനെ വസ്തുക്കളൊക്കെ ഞാൻ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഒളിച്ചു കളിക്കുന്ന ആ കളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇനി 1 year ഉള്ള കുട്ടി ആരാണ്? 1 വയസ്സായ കുട്ടി ആരാണ് അടുത്തത്? ആരാണ്? ജാസ്മിൻ വായിച്ചതുപോലെ വായിച്ചാൽ മതി. വേറെ ഒന്നുമില്ല ഇവിടെ പറയാൻ. അറിയാത്ത ഞാൻ പറഞ്ഞു തരാം. 1 വയസ്സ് കുട്ടി വന്നില്ലെന്തോ. ഗോപികക്കല്ലേ കൊടുത്തേ? എന്തോ വായിക്കൂ. നെക്സ്റ്റ് ആള് വായിച്ചേ. ഐ ആം 1 year old now. അടുത്ത ആള് വായിക്കും. ഒരാള് തന്നെയല്ല, നമ്മൾ 4 പേരായിട്ടത് വായിക്കാന്ന് പറഞ്ഞത്. മിസ്സേ ഞാൻ വായിക്കട്ടാ? വായിച്ചോ. ആരാണ്? നസ്രത്ത്. കേക്കുന്നില്ലേ? ഐ ആം 1 year old now. എനിക്ക് 1 വയസ്സുണ്ട്. ഐ ക്യാൻ. പേരെന്താണ്? നസ്രത്ത്. നസ്രത്തോ? നസ്രത്തിന് ഇപ്പൊ 1 വയസ്സായി. നസ്രത്ത് എന്തൊക്കെയാണ് ചെയ്യാറ്? പറഞ്ഞോളൂ. I can run. I love to jump, hop and run in an ample space. എനിക്ക് ഓടാനും ചാടാനും തുള്ളാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. I can climb stairs with support. എനിക്ക് സപ്പോർട്ടോട് കൂടി ഈ സ്റ്റെയർ എല്ലാം കയറാൻ കഴിയും. I love to play ball games. എനിക്ക് ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. I can talk to Mama Gone. I love. പോയി അല്ലേ? Can talk to Mama God. എന്നുവെച്ചാ അതെനിക്ക് മനസ്സിലായിട്ടില്ല മാം. അപ്പൊ പോയി എന്ന് കുഞ്ഞു പറയുകയാണെന്ന്. മമ്മ ഗോഡ് അതൊരുമിച്ച് വന്നൊക്കെയാണ്. Okay. I love to play with the toys which I can manipulate. I can drink milk, ask for food, and I love to help my mother in her daily chores. എനിക്ക് പാല് കുടിക്കാൻ, ഞാൻ പാല് കുടിക്കും, ഫുഡ് കഴിക്കും, ആൻഡ് എൻ്റെ അമ്മനെ ഹെൽപ്പ് ചെയ്യാൻ. I can follow simple instructions of my age. I love to be with the other children. I can express my toilet needs. എനിക്ക്
ടോയ്ലറ്റിൽ പോവാ പറയാൻ ടോയ്ലറ്റ്സിലൊക്കെ അറിയാം. നസ്രത്ത് 1 വയസ്സുള്ള കുട്ടിയാണ് പറയുന്നത്, അപ്പൊ കാണിക്കണ്ട കേട്ടോ. ഇനി 3 വയസ്സുള്ള ആരാണ്? ഷാനു പോയാ? ഞാൻ പോയിട്ടൊന്നുമില്ല, ഞാൻ ഇവിടെ ഉണ്ട്. വായിക്കും. ഷാനുവിന് 3 വയസ്സായി. ഷാനു എന്തെങ്കിലും ചോദിക്കാം? ഞാൻ എന്റെ മകളുടെ പ്രായമാണ്. ആ പറഞ്ഞോ. ഐ ആം 3 years old. ഞാൻ 3 വയസ്സായിട്ടുള്ള ആളാണ്. ഐ ക്യാൻ ജംപ്, ഹോപ്പ് ആൻഡ് റൺ. ഐ ലവ് ടു ഡാൻസ് അറ്റ് ബീറ്റ് ഓഫ് മ്യൂസിക്. എനിക്ക് ചാടാനും ഓടാനും കയറാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കഴിയും. അതുപോലെ പാട്ടിനനുസരിച്ച് ഡാൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. ഇനി ഇനി 4 years old ആരാണ്? I am 4 years old. ഞാൻ 4 വയസ്സുള്ള കുട്ടിയാണ്. ഐ ക്യാൻ റൈഡ് എ ബൈസൈക്കിൾ. ഞാൻ ബൈസൈക്കിൾ റൈഡ് ചെയ്യും. ഐ ലവ് ടു റൈഡ് എ ബൈസൈക്കിൾ. എനിക്ക് 3 ചക്രമുള്ള സൈക്കിളും റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഐ ക്യാൻ ഡ്രസ് ആൻഡ് അൺഡ്രസ് ആൻഡ് ഐ ലവ് ടു ഡ്രസ് ആൻഡ് അൺഡ്രസ് മൈസെൽഫ്. എനിക്ക് ഡ്രസ്സ് ഇട്ട് നടക്കാനും ഡ്രസ്സ് ഇടാനും നടക്കാൻ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് തന്നെ ഡ്രസ്സ് ഇടാനും ഡ്രസ്സ് അഴിക്കാനും എനിക്ക് തന്നെ ഞാൻ തന്നെ ചെയ്യും. ഐ ക്യാൻ ഐഡന്റിഫൈ ഒബ്ജക്ട്സ്. ഒബ്ജക്റ്റുകളെ ഐഡന്റിഫൈ ചെയ്യാൻ എനിക്ക് കഴിയും. ഐ ലവ് ടു പ്ലേ വിത്ത് ഡിഫറെന്റ് മെറ്റീരിയൽസ് ലൈക്ക് ആനിമൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് എക്സ്പ്ലോർ ദ ടെക്സ്ചർ, സൈസ് ആൻഡ് ഷേപ്പ്. ഞാൻ ഡിഫറെന്റ് മെറ്റീരിയൽസ് ഉള്ള ആനിമൽസ്, മൃഗങ്ങളുമായിട്ട് കളിക്കാനും അതേപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ സൈസും ഷേപ്പൊക്കെ മനസ്സിലാക്കാനും എനിക്ക് കഴിയും. ഐ ക്യാൻ സ്പീക്ക് ഇൻ സെന്റൻസ് ആൻഡ് എക്സ്പ്രസ് മൈ ഫീലിംഗ്സ് ആൻഡ് നീഡ്സ്. എനിക്ക് സെന്റൻസ് വഴി സെന്റൻസ് ആയിട്ട് സംസാരിക്കാനും അതുപോലെ എൻ്റെ ഫീലിങ്സും നീഡ്സ് ആവശ്യങ്ങളൊക്കെ പറയാനും എനിക്ക് കഴിയും. ഐ ലവ് ടു സ്ക്രൈബ് ആൻഡ് കളർ യൂസിങ് ക്രയോൺസ്. എനിക്ക് ക്രയോൺസ് ഉപയോഗിച്ച് കളർ ചെയ്യാനും സ്ക്രൈബ് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് മൈ ടോയ്ലറ്റ്. ഐ ലവ് ടു പ്ലേ വിത്ത് ചിൽഡ്രൻ ഓഫ് മൈ ഏജ്. ഐ ലവ് ടു ലിസൺ ടു സ്റ്റോറീസ് ഓഫ് ആനിമൽസ്. ഐ ലവ് ടു റിസൈറ്റ് റൈംസ്. ഞാൻ തന്നെ ടോയ്ലറ്റിൽ പോവാനും ഒക്കെ എനിക്ക് കഴിയും. ഐ ലവ് ടു പ്ലേ വിത്ത് ചിൽഡ്രൻ ഓഫ് മൈ ഏജ്. എൻ്റെ ഏജിലുള്ള കുട്ടികളുമായിട്ട് കളിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് ടു ലിസൺ ടു സ്റ്റോറീസ് ഓഫ് ആനിമൽസ്. ആനിമൽസിന്റെ സ്റ്റോറീസുകളൊക്കെ കേൾക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് ടു റിസൈറ്റ് റൈംസ്. എനിക്ക് റൈംസ് ഒക്കെ കേട്ട് പദ്യം ചൊല്ലാനായിട്ട് എനിക്ക് കഴിയും. ഇഷ്ടമാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നമ്മൾ നോക്കിയപ്പോ ഓരോ കുട്ടികളുടെ ഓരോ ഏജിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ് സ്റ്റേജസുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെ. ഓരോ പ്രായത്തിലും കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു അല്ലെ. മനസ്സിലായില്ലേ നിങ്ങൾക്കത്? യെസ്, ഓരോ ഏജിലും ഇപ്പൊ 6 month ഉള്ള ഒരു കുട്ടി കുഞ്ഞ് മെയിനായിട്ട് എന്തായിരിക്കും, തൊട്ടിലായിരിക്കും അല്ലെ. കൂടുതൽ അമ്മയുടെ സ്നേഹവും അതുപോലെ തന്നെ എന്താണ് ചെറിയ ചെറിയ സൗണ്ട്സുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു കുട്ടിയായിരിക്കും. അമ്മയെ നോക്കി പൊരിച്ചു നിൽക്കുക, ദെൻ ഒളിച്ചു കളിക്കുക എന്നുള്ളത് ശരിക്കും ഒളിച്ചു കളിയല്ല. അമ്മയും കുട്ടിയായിട്ട് ഇങ്ങനെ കളിക്കൂലേ ഒളിച്ച്. ചിരിക്കും. അപ്പൊ കുട്ടി ചിരിക്കും, ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കും. ഓക്കെ, ഇനി 1 വയസ്സാകുന്ന സമയത്തോ കുഞ്ഞ് ഓടാൻ തുടങ്ങും, നടക്കാൻ തുടങ്ങും. ദെൻ അവന്റെ ഒരു സ്പേസിൽ അവൻ എന്താണ് കളിക്കാൻ ആരംഭിക്കും. സ്റ്റേഴ്സിലൊക്കെ സപ്പോർട്ട് ഇല്ലാതെ കുഞ്ഞ് കയറുന്നു, പിന്നെ ബോളുകൾ കളിക്കുന്നു, പിന്നെ എന്താണ് ടോയ്സ് ഉപയോഗിച്ചിട്ട് അവന് കളിക്കാനായിട്ട് ആരംഭിക്കും. ദെൻ പാല് കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ എന്താണ് അമ്മയോടൊപ്പം ആ കുഞ്ഞ് സഹായിക്കുന്നു. പാല് കുടിക്കാനൊക്കെ ഇഷ്ടമാണ് കുഞ്ഞിന്. പിന്നെന്താണ് ആ ഒരു സമയത്ത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യാനായിട്ട് കുഞ്ഞിന് അറിയാൻ സാധിക്കും. Then I love to be with the other children. മറ്റു കുട്ടികളുമായിട്ട് കളിക്കാനായിട്ട് ഇതിന് ഇഷ്ടമായിരിക്കുള്ളൂ, കൂടിയിരിക്കാനായിട്ട് ഇഷ്ടമായിരിക്കുള്ളൂ.
ടോയ്ലറ്റ് നീഡ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരു ടൈം ആണെന്നാണ് ഇവിടെ പറയുന്നത്. എക്സ്പ്രസ് മൈ ടോയ്ലറ്റ് നീഡ്സ്, എക്സ്പ്രസ് ചെയ്യണം അല്ലെ, ചെയ്യുന്നു എന്നാണോ പറയുന്നത്? എക്സ്പ്രസ് ചെയ്യുന്നു, അതെങ്ങനെയാണ് നമുക്ക് പറയുന്നത്? അവരെന്തെല്ലാം ആക്ഷൻ ഉള്ളൂ. ആക്ഷൻസ് കാണിക്കും ചിലപ്പോ അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോ എന്താണ് ചിലപ്പോ മിണ്ടാതെ ഒരു സ്ഥലത്ത് പോയിരുന്ന കുഞ്ഞ് കാര്യം സാധിക്കും. അമ്മയ്ക്ക് മനസ്സിലാവും, അമ്മയ്ക്ക് അച്ഛനൊക്കെ മനസ്സിലാവും. ചില കുട്ടികൾ അങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെ, ചില കുട്ടികളെ കണ്ടിട്ടില്ലേ ടേബിളിന്റെ അടിയിലൊക്കെ പോയിരിക്കും. ചിലപ്പോ നോക്കിക്കാണ്ട് ഭയങ്കര ക്ഷേമായിരിക്കും. അവര് നോക്കാണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ സൈഡിൽ മക്കളെ പിന്നെ അത് നിൽക്കില്ല. അങ്ങനെ ഇതുപോലെ പല ടൈപ്പ് കുട്ടികളുണ്ട്. ഇനി പിന്നെ അതുപോലെ യൂറിൻ പാസ് ചെയ്യുമ്പോ പിന്നെ അറിയാലോ, ചിലപ്പോ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നത്. അധികം ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ പറയാം. ചെയ്ത് കഴിഞ്ഞിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ 3 വയസ്സായ കുട്ടിയുടെ ആകെ 2 കാര്യങ്ങളെ പറയുന്നുള്ളൂ അല്ലെ. ജമ്പ് ചെയ്യാനും ഡാൻസ് ചെയ്യാനും മ്യൂസിക് അനുസരിച്ച് ഡാൻസ് ചെയ്യാനും കുഞ്ഞിനെ അറിയാമെന്നാണ് പറയുന്നത്. 4 years ആവുന്ന സമയത്ത് എന്താണ് ബൈസൈക്കിളും ട്രൈസൈക്കിൾ. ട്രൈസൈക്കിൾ എന്ന് വെച്ചാൽ 3 വീലുള്ള ചക്രമുള്ള സൈക്കിൾ അല്ലേ, അതാണ് ട്ടോ. അത് ഓടിക്കാനായിട്ട് ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഡ്രസ്സ് ഇടാനും ഇടാതിരിക്കാനും ഇട്ടുകൊടുക്കാനും ഒക്കെ തന്നെ അറിയാമെന്നാണ് പറയുന്നത്. ഒബ്ജക്ട്സുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രായമാണ് അല്ലെ. ഒബ്ജക്ട്സുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രായമാണ് ഒരു 4 years തുടങ്ങിയിട്ട്. ദെൻ ഓരോ ഷേപ്പും ടെക്സ്ചറും സൈസും ഒക്കെ മനസ്സിലാകാനായിട്ട് കുഞ്ഞ് ആരംഭിക്കുന്ന ഒരു സമയമാണത്. ദെൻ കളേഴ്സ് യൂസ് ചെയ്ത് പിക്ചേഴ്സ് ഒക്കെ വരക്കാനും കളർ ചെയ്യാനൊക്കെ കുഞ്ഞ് ആരംഭിക്കുന്നു. പിന്നെന്താണ് ടേക്ക് കെയർ ഓഫ് മൈ ടോയ്ലറ്റ്. 4 വയസ്സായപ്പോ എന്തായി സംഭവിച്ചത്? സ്വന്തം ചെയ്യാനായിട്ട് കുഞ്ഞ് ആരംഭിക്കുകയാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജിൽ ഓരോ ഏജസിലും വരുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചു കേട്ടോ. ആക്ടിവിറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ എന്തായാലും ഒന്നും തരാറില്ല, നിങ്ങൾക്ക് അത്ര തിരക്കല്ലേ. എഴുതി കഴിഞ്ഞ റെക്കോർഡൊക്കെ ഓക്കെ. നമ്മളുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഏതാണ് നമുക്ക് എടുക്കാനുള്ളത്? മോണ്ടിസോറി സിലബസ് ഒന്നും എടുത്ത കയ്യിലുണ്ടോ? നിങ്ങൾക്ക് സൈക്കോളജി എന്നൊരു ചാപ്റ്റർ എടുത്തായിരുന്നു. സൈക്കോളജി ചാപ്റ്റർ എടുത്തു. എഡ്യൂക്കേഷൻ സൈക്കോളജി ഇനി എടുക്കാറുണ്ട്. 5th ചാപ്റ്റർ 7th 10th ആണ്. 7 ഉം 10 ഉം ലാംഗ്വേജ് ഡെവലപ്മെന്റ് എടുത്തോ? നോ. ഇല്ല മാം. എനിക്കുള്ളത് 7 ഉം 10 ഉം. അടുത്ത ചാപ്റ്റർ നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജി ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. അതും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ടീച്ചർ എടുക്കും. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്താണെന്നൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു വരുക. വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്താണെന്നുള്ള ചാപ്റ്റർ ആണ്, കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. ഓക്കെ ഓക്കെ, എന്ന് ലീവ് ചെയ്തോളൂ. താങ്ക് യു. പിന്നെ നോട്ട് ഇട്ടേക്കാം. ഡിഫറൻസ് മെക്കാനിസം കൊടുത്തിട്ടുണ്ട് അവർ ഇടുന്നത്. ആർക്കും എന്താണെന്ന് അറിയില്ല, ഇത് കൊടുത്തേക്കാം കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you.